ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചുരിദാർ മോഡൽ നൈറ്റിയുടെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ കട്ടിങ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ഫ്രണ്ട് നെക്ക് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ഈ ഒരു കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഇതുണ്ടല്ലോ, അത് നമുക്ക് പൈപ്പിംഗ് ത്രെഡ് യൂസ് ചെയ്തിട്ട് ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൈപ്പിംഗ് ത്രെഡ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സൈഡ് ഭാഗം ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മടക്കി ചെയ്തെടുത്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ? പൈപ്പിംഗ് ത്രെഡ് ഇല്ലാത്തവർ ഇങ്ങനെ ആയാലും ചെയ്താൽ മതി. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു പൈപ്പിംഗ് ത്രെഡാണ്. ഇത് വളരെ ചീപ്പായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൽ ചെയ്യാമെന്ന് ഞാൻ കാട്ടിത്തരാം. ഇതാണ് നമ്മുടെ നൈറ്റിയുടെ നല്ല വശം, ഇതാണ് പൈപ്പിംഗ് ത്രെഡിൻ്റെ നല്ല വശം. രണ്ടിൻ്റെയും നല്ല വശം ഒരുമിച്ച് വയ്ക്കുക. ക്ലിയർ ആയില്ലേ? നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ക്ലിയർ ആവുമെന്ന് എനിക്കറിയാം. അതിനുശേഷം ഈ ഒരു അരികെത്തിക്കട നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോവാം എൻഡ് വരെ കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് കാട്ടിത്തരാം. അതിനുശേഷം ഞാൻ ബാക്കിയുള്ള ഈ പൈപ്പിംഗ് ത്രെഡ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയാണ് കേട്ടോ. പൈപ്പിംഗ് ത്രെഡ് ഇതുപോലെ മുകളിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ജസ്റ്റ് ഇതിനെ ഒന്ന് ഇങ്ങോട്ട് മറിച്ചിട്ട് ടോപ്പിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നിങ്ങൾക്ക് ക്ലിയർ ആവുണ്ടെന്ന് വിചാരിക്കണം കേട്ടോ. അങ്ങനെ എൻഡ് വരെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അപ്പം നോക്കുക, നമുക്ക് വളരെ നീറ്റായിട്ട് ഇങ്ങനെ പൈപ്പിംഗ് കിട്ടി. അതുപോലെ തന്നെ ഈ ഒരു ഭാഗവും ചെയ്തെടുക്കുക കേട്ടോ. ബാക്കിയുള്ള ഭാഗവും ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ വളരെ നീറ്റായിട്ട് പൈപ്പിംഗ് ത്രെഡ് യൂസ് ചെയ്തിട്ട് നെക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഫ്രണ്ട് നെക്ക് എങ്ങനെ ആ നെക്കിൽ ജോയിൻ ചെയ്യാമെന്ന് ഞാൻ കാട്ടിത്തരാം കേട്ടോ. അതിനുശേഷം നമ്മൾ ബോഡി പാർട്ടിന് വെച്ചിരിക്കുന്ന തുണി എടുക്കുക. ഇത് നമ്മൾ ഫ്രണ്ട് ഭാഗം ചെയ്തെടുക്കാനുള്ള തുണിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സെൻറ്റർ പാർട്ട് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് കട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിപ്പോൾ ചെയ്തെടുത്തില്ലേ നെക്ക്, ഈ നെക്കിൻ്റെ ഭാഗം എടുത്തു. ക്ലിയർ ആയെന്ന് വിചാരിക്കണം കേട്ടോ. അതിനുശേഷം ഇതിപ്പോൾ തുണിയുടെ ചീത്ത വശമാണ്, ഇത് നെക്കിൻ്റെ നല്ല വശം. ഈ നെക്കിൻ്റെ നല്ല വശം ചീത്ത വശത്തോട് ഞാൻ ചേർത്ത് വെക്കുകയാണ്. ക്ലിയർ ആയില്ലേ? അതിനുശേഷം നെക്കിൻ്റെയും ഇതാണ് നെക്കിൻ്റെ സെൻറ്റർ പാർട്ട്. നെക്കിൻ്റെ സെൻറ്ററും ഇതിൻ്റെ സെൻറ്ററും തമ്മിൽ ഒരുമിച്ച് വയ്ക്കുക ഇതുപോലെ. ക്ലിയർ ആയില്ലേ? അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ മുട്ടുസൂചി വെച്ച് സെക്യൂർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അതങ്ങ് നീങ്ങിപ്പോവും. അപ്പം ഞാൻ ഇതുപോലെ മുട്ടുസൂചി വെച്ചിട്ട് ഇതൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഇതെങ്ങനെ നീങ്ങിപ്പോയി കഴിഞ്ഞാൽ പണിയാവും. ഓക്കെ, ഇനി നമുക്കൊരു 1/4 ഇഞ്ച് വിട്ടിട്ട് നമുക്ക് ഈ നെക്ക് ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം ഞാൻ ഈ മുട്ടുസൂചിയൊക്കെ ഒന്ന് ഊരിയെടുക്കുകയാണ്. നമ്മൾ ഇതുപോലെ നെക്കിൻ്റെ ചുറ്റും ഇതുപോലെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം ചെറിയ ചെറിയ കട്ടിട്ട് കൊടുത്ത് നെക്ക് മറിച്ചെടുക്കാം. ഞാൻ കാട്ടിത്തരാം. ഈ നെക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അടിച്ച സ്റ്റിച്ചിൽ കൊള്ളാണ്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചുറ്റും ഒന്ന് കട്ടിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നെക്ക് മറിച്ചെടുക്കുമ്പോൾ നല്ല നീറ്റായിട്ട് നെക്ക് ഫിനിഷിൽ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ കട്ടിട്ട് കൊടുക്കണേ. നിങ്ങൾക്കിപ്പോൾ ഈ റൗണ്ട് നെക്കല്ല വേറെ ഏതെങ്കിലും മോഡൽ ചെയ്യണമെങ്കിൽ അത് ഈ മെത്തേഡിൽ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് കാട്ടി തരാൻ വേണ്ടിയിട്ട് റൗണ്ട് നെക്ക് ചൂസ് ചെയ്തതാണ്. നമുക്കിഷ്ടമുള്ള നെക്ക് ഇതിൽ ചെയ്തെടുക്കാം. അതൊക്കെ നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നോക്കുക, ഇതുപോലെ നമ്മൾ ഫുൾ ഇതുപോലെ കട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കണോ? അതിനുശേഷം നമുക്ക് ഒന്ന് മറിച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് മറിച്ചെടുക്കുക. നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കണോ? നമുക്ക് ഇതുപോലെ നെക്ക് മറിച്ചെടുക്കാം. അങ്ങനെ ചുറ്റും ഇതുപോലെ തന്നെ മറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നോക്കുക, നമ്മൾ വളരെ നീറ്റായിട്ട് ഇതുപോലെ നെക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് മോളിക്കടെ ഒന്ന് പതിച്ചടിച്ചു കൊടുക്കാം. ഈ ഒരു ചുറ്റും ഒന്ന് പതിച്ചടിക്കുക. അതിനുശേഷം ഈ എൻഡിക്കടയും ഒന്ന് അടിച്ചു കൊടുക്കുക.
അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു നെക്ക് ഇങ്ങനെ പതിച്ചടിക്കാം. അങ്ങനെ നമ്മൾ നെക്ക് ഇതുപോലെ ഒന്ന് പതിച്ചടിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഒരു എൻഡ് കട ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ. ഈ പൈപ്പിംഗ് ത്രെഡിലേക്ക് കൊള്ളണ്ട, ജസ്റ്റ് അതിൻ്റെ തൊട്ട് മുന്നായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ചേർത്തടിച്ചു കൊടുക്കാം. അപ്പോൾ നോക്കുക, നമ്മൾ വളരെ നീറ്റായിട്ട് ഫ്രണ്ട് നെക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പൈപ്പിംഗ് ഒക്കെ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇനി അടുത്തത് നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്ക് നെക്കിൽ ക്രോസ് പീസ് വയ്ക്കാം. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ കോർണറൊക്കെ നല്ല ഷേപ്പ് ചെയ്തതുപോലെ സ്ക്വയർ ഷേപ്പിൽ ആ ക്രോസ് പീസിനൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്രോസ് പീസൊക്കെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. ക്രോസ് പീസ് എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ അറിയാമെന്ന് വിചാരിക്കണു. അറിയാത്തവർക്ക് ഞാൻ ഒന്നുകൂടിയും കാട്ടിത്തരാം. ആദ്യം നമ്മൾ ഈ ഒരു പീസ് എടുക്കുന്നു, വേറൊരു പീസ് ജസ്റ്റ് ഒന്ന് തല തിരിച്ച് ഇതിങ്ങനെ വെക്കുക. ക്ലിയർ ആയെന്ന് വിചാരിക്കണോ കേട്ടോ. അപ്പോൾ നമ്മളിത് ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ചെരിച്ചൊന്ന് അടിച്ചു കൊടുക്കാം. ഇതിങ്ങനെ ഒന്ന് ചെരിച്ചിട്ടൊന്ന് അടിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കണോ കേട്ടോ. അതായത് ഇനി ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കുക. ഞാൻ കാട്ടിത്തരാം. അപ്പോൾ നോക്കുക, ക്രോസ് പീസ് നമ്മൾ ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ആ ബാക്കിയുള്ള പീസ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളൊന്ന് സ്ട്രെച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു വലിയ പീസ് കിട്ടും. ക്ലിയർ ആയെന്ന് വിചാരിക്കണോ. ഇത് നന്നായി സ്ട്രെച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ റൗണ്ട് നെക്കൊക്കെ നമുക്ക് നല്ല ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു പീസും കൂടി ജോയിൻ ചെയ്യാം. അത് നിങ്ങളുടെ നെക്കിൻ്റെ ഇതനുസരിച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് എന്തോരം ക്രോസ് പീസ് ഇതുപോലെ ജോയിൻ ചെയ്യണമെന്ന് വെച്ചാൽ അതുപോലെ തന്നെ ജോയിൻ ചെയ്യാം. അപ്പോൾ നോക്കുക, ഒന്ന് മറച്ചു വയ്ക്കുക. അതിനുശേഷം ഡയഗണലായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം ബാക്കിയുള്ള തുണി ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് കളയാണ്. ഇപ്പം നോക്കുക, നമുക്ക് വലിയൊരു ക്രോസ് പീസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ക്ലിയർ ആയെന്ന് വിചാരിക്കണു. അപ്പോൾ ക്രോസ് പീസ് ചെയ്തെടുക്കാൻ എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായി എന്നാണ് വിചാരിക്കണേ. ബാക്ക് നെക്ക് ചെയ്തെടുക്കാനായിട്ട് ബാക്ക് പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കണ ബാക്ക് പീസ് ഉണ്ടല്ലോ, അതിൻ്റെ നല്ല വശമാണ് ഇത്. ബാക്ക് പീസിൻ്റെ നല്ല വശത്തേക്ക് ക്രോസ് പീസിൻ്റെ നല്ല വശം ഉള്ളോട്ട് വരാൻ രീതിയിൽ നമ്മൾ ഇതുപോലെ വയ്ക്കും. അതായത് രണ്ടിൻ്റെയും നല്ല വശം ഒരുമിച്ച് വയ്ക്കും. ക്ലിയർ ആയെന്ന് വിചാരിക്കണം കേട്ടോ. അതിനുശേഷം ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മളിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഈ റൗണ്ട് ഫുൾ റൗണ്ട് നമ്മൾ ഈ ഒരു ചുറ്റും ഇതുപോലെ ഒന്ന് ഞാൻ കാട്ടിത്തരാം. ഇതുപോലെ നമ്മളൊന്ന് കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ക്ലിയർ ആയെന്ന് വിചാരിക്കണം. അതിനുശേഷം നമുക്ക് ബാക്കി വന്ന ഈ ക്രോസ് പീസിന്റെ തുണി അങ്ങ് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമ്മൾ ക്രോസ് പീസ് ഇതുപോലെ ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യണമെന്ന് ഞാൻ കാട്ടിത്തരാം. നമ്മളിപ്പോൾ ബാക്ക് നെക്ക് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്, ഫ്രണ്ട് നെക്ക് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മൾ ബാക്ക് പാർട്ടിൻ്റെ നല്ല വശം ഇതുപോലെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശം ചേർത്ത് ഇതുപോലെ വെക്കുക. അതായത് രണ്ടിൻ്റെയും നല്ല വശം ഒരുമിച്ച് വരണം. ക്ലിയർ ആയെന്ന് വിചാരിക്കണം കേട്ടോ. നല്ല പാർട്ടും ഇതുപോലെ ഒരുമിച്ച് വയ്ക്കുക. അതിനുശേഷം നമ്മൾ ക്രോസ് പീസിൻ്റെ തുണി ഇതുപോലെ വെച്ചിട്ടുണ്ടാവും. അത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മടക്കുക.
നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കണം കേട്ടോ. ഒന്നുകൂടിയും കാട്ടിത്തരാം. രണ്ടിൻ്റെയും നല്ല വശവും ഇതുപോലെ ജോയിൻ ചെയ്തു. അതിനുശേഷം ബാക്കി നിൽക്കുന്ന ഈ ക്രോസ് പീസിൻ്റെ തുണി ഇതുപോലെ എക്സ്ട്രാ ബാക്കി നിൽക്കുന്നുണ്ടാവില്ലേ, അത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വെക്കുക. ഇങ്ങനെയൊന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മടക്കുക. ക്ലിയർ ആയെന്ന് വിചാരിക്കണം. അതിനുശേഷം ഒരു 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ട് നമുക്കിതങ്ങ് അടിച്ചെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത സൈഡും ചെയ്തെടുക്കാം. അതായത് രണ്ടിനെയും നല്ല വശം ഇതുപോലെ ചേർത്ത് വെച്ചു. അതിനുശേഷം നമ്മൾ ചെയ്ത് വെച്ചാണ് ക്രോസ് പീസ് ഉണ്ടല്ലോ, അതിനെ ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചു. അതിനുശേഷം ഒന്ന് മടക്കി. ക്ലിയർ ആയെന്ന് വിചാരിക്കണം കേട്ടോ. അതിനുശേഷം ഒരു 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ട് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ നോക്കുക, നമ്മൾ ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് നെക്കിൽ ഈ ക്രോസ് പീസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അതായത് നമ്മൾ ജസ്റ്റ് ഇതൊന്ന് സ്ട്രെച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ക്രോസ് പീസ് നല്ല നീറ്റായിട്ട് കിട്ടും. ഈ സൈഡിലും ജസ്റ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് ഈ ക്രോസ് പീസ് കിട്ടും. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ക്ലിയർ ആയെന്ന് വിചാരിക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ ബാക്ക് നെക്ക് ക്രോസ് പീസ് വെച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വളരെ നീറ്റായിട്ട് ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് സ്ലീവ്സ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് ഷോൾഡറിൻ്റെ സെൻറ്റർ. അതിനുശേഷം നമ്മൾ സ്ലീവ്സ് എടുത്തു. ഇതാണ് നമ്മൾ സ്ലീവിൽ ആ വെട്ട് കൊടുത്ത ഭാഗം. സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് നോച്ചിട്ട് കൊടുത്തില്ലേ, ആ രണ്ടിൻ്റെയും സെൻറ്റർ, അതായത് ഷോൾഡറിൻ്റെയും സ്ലീവിൻ്റെയും സെൻറ്റർ ഇതുപോലെ വയ്ക്കുക. അതായത് രണ്ടിൻ്റെയും നല്ല വശം ഇതുപോലെ ചേർത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊന്ന് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് കംപ്ലീറ്റ് ആ സ്ലീവ്സ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കാട്ടിത്തരാം. അങ്ങനെ നമ്മൾ സ്ലീവ്സ് വളരെ നീറ്റായിട്ട് സ്ലീവ്സ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ നമ്മൾ സ്ലീവ്സ് ജോയിൻ ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ കാട്ടിത്തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്ലീവ്സ് ഒക്കെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. രണ്ട് സൈഡിലും നമ്മൾ സ്ലീവ്സ് ഒക്കെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നൈറ്റിയുടെ ഓൾമോസ്റ്റ് സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടിൻ്റെയും സൈഡ് ഒന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ. നിങ്ങളുടെ ഷേപ്പ് അനുസരിച്ച് നിങ്ങൾക്ക് ഷേപ്പ് ചെയ്യാം. അതിനുശേഷം അടിഭാഗം കൂടി ഒന്ന് മടക്കി അടിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. നൈറ്റി സ്റ്റിച്ചിങ് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സൈഡൊക്കെ ജോയിൻ ചെയ്തു. അതിനുശേഷം നമുക്ക് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. കംപ്ലീറ്റ് ഫുൾ റൗണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മളിത് കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമ്മൾ നൈറ്റി സ്റ്റിച്ചിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കുക. പാർട്ട് 1 കാണാത്തവരാണെങ്കിൽ ഒന്നുകിൽ എൻ്റെ ചാനലിൽ പോയി നോക്കിയാൽ കാണാം, അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.